ഒരു മാല നാന 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 ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. വിശ്വനാഥ് ആൻഡ് സൺസ് ഭയങ്കര ഹാപ്പിയാണ്. ആസ് എ പ്രേക്ഷകൻ, ആസ് എ സൂര്യ ഫാൻ ഭയങ്കര 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 ഹാപ്പിയാണ്. സൂര്യ നമ്മുടെ സ്വന്തം, നമ്മുടെ മുത്ത് സൂര്യാടാ, സൂര്യ. അതായത് സൂര്യയുടെ കറുപ്പ് സിനിമ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ ചെയ്തപ്പോഴും അതിൻ്റെ അകത്ത് ഭയങ്കര എക്സൈറ്റഡായി, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ സംസാരിച്ചത്. വിശ്വനാഥൻ സൺസിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞാലേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് പറയുന്നതാണ്. കറുപ്പ് ഒന്നാമത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ പടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട് തീർത്തൊരു പടമാണ്. ആ സിനിമ ഇറങ്ങുന്നൊരു സാഹചര്യം എന്താണ്? ഒന്നാമത് സൂര്യനെ ഭയങ്കര നമുക്ക് ഇഷ്ടമാണ്, ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. അപ്പോൾ സൂര്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സൂര്യക്ക് നല്ലൊരു ഗംഭീര ഹിറ്റില്ലാത്തൊരു അവസ്ഥയാണോ, പരിതാപകരമായൊരു അവസ്ഥ. അതായത് ആകെ ഒരു സൂര്യ പോട്ടർ ജൈവീം, അതാണ് OTT പോയി പെട്ടു. നല്ല സിനിമകളാണ്, പക്ഷെ തിയേറ്ററിലേക്ക് നോക്കുന്ന സമയത്ത് എവിടെ സൂര്യ, ഒരു സൂര്യ, ഒരു സൂര്യ, എവിടെ ഗംഭീരമായ സക്സസ് എവിടെ, അല്ലെങ്കിൽ ഭയങ്കര വാവ് 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 എന്ന് പറയുന്ന സാധനം എവിടെ എന്നുള്ളൊരു ഒരു 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 സ്ഥിതിയായിരുന്നു. കങ്കുവ ആസ് എ ഫാൻ ഉള്ളത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ വിഷമം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. റോസ്റ്റ് ചെയ്യാനോ ട്രോൾ ചെയ്യാനോ ഒന്നും പോയിട്ടില്ല. പക്ഷെ ആ സിനിമ തല്ലിപ്പൊളി സിനിമയായിരുന്നു. അത് തല്ലിപ്പൊളിയാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു നിരാശയും ഉണ്ടായിരുന്നു ആസ് എ സൂര്യ 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 ഫാൻ. അതിനുശേഷം റെട്രോ വന്നു. റെട്രോൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ഒന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഭയങ്കര കംബാക്ക് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും നിരാശയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കറുപ്പ് വന്ന്. കറുപ്പ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇഷ്ടപ്പെട്ടു. ആ ഒരു ജോണറാണെന്നുണ്ടെങ്കിലും ആ ജോണറിൽ സൂര്യയുടെ ക്യാരക്ടർ, സൂര്യയുടെ പെർഫോമൻസ്, മൊത്തത്തിൽ ആ ഒരു പരിപാടി ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ ആ റിവ്യൂ വീഡിയോൻ്റെ അകത്ത് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം എന്താ, വിശ്വനാഥ് ആൻഡ് സൺസ് വന്നിരിക്കുന്നു. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അളയ, ഞാൻ കറുപ്പിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ഹാപ്പി ആയിരുന്നോ അതിനേക്കാൾ കാൾ 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 ഭീകരമായ സന്തോഷത്തിലാണ്. എനിക്ക് വിശ്വനാഥ് ആൻഡ് സൺസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏകദേശം 2.25 മണിക്കൂറോളം ഉണ്ട് പടം. പക്ഷേ 2.25 മണിക്കൂർ എന്നൊരു വിഷയമേ അല്ല. ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ സുഖമായിട്ട് കണ്ട് രസിച്ച് ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയിട്ടൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. കണ്ട് തീർത്തത് അത്രയും നല്ല രസമുള്ളൊരു, നല്ല ഭംഗിയുള്ളൊരു പടം. സൂര്യ എന്നും നമ്മുടെ സൂര്യ തന്നെയാണ്. പക്ഷേ നമ്മ സൂര്യാടാ, നമ്മ സൂര്യവെ പാത്തിട്ടെ ഇതാ നമ്മ സൂര്യ എന്ന് പറയാൻ തോന്നുന്നു. ഈ ഒരു സിനിമയിൽ സൂര്യനെ കണ്ടപ്പോൾ ഒന്നാമത് നല്ല ലുക്ക്, പിന്നെ എന്തോ ഈ ഒരു സൂര്യനെ കാണുന്ന സമയത്ത് നമ്മുടെ ആള് എന്നുള്ളൊരു സാധനം വല്ലാതെ കുറച്ചും കൂടി അധികം സ്നേഹത്തോടു കൂടി പറയാൻ തോന്നുന്ന ലെവലിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ട് അത്രയും രസിച്ച് എൻജോയ് ചെയ്തിട്ടാണ് കണ്ടത്. നല്ല രസമായിരുന്നു ഈ ഒരു പടം കാണാൻ, നല്ല രസമായിരുന്നു. അതായത് ഞാൻ എന്താണോ ഈ സിനിമയുടെ കേസിൽ പ്രതീക്ഷിച്ചത് അതേ പരിപാടിയാണ് എനിക്ക് കിട്ടിയത്. അതായത് എല്ലാം ഇപ്പം ഞാൻ തമ്പനയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ തമ്പനയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒട്ടും വെറുപ്പിക്കാതെ മാന്യമായിട്ടുള്ള രസിപ്പ് എന്നാണ്. അത് പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നും എവിടെയും ഓവറാക്കിയിട്ടില്ല. ഈ പാസമായിക്കോട്ടെ, അല്ലെങ്കിൽ കോമഡി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്യൂട്ട്നെസ് ആയിക്കോട്ടെ, ഈ ഏരിയയൊക്കെ ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അരോചകമായിരിക്കും, ക്രിഞ്ചടിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കണ്ട സമയത്ത് എല്ലാം പാകത്തിനായിരുന്നു, കറക്റ്റ് മീറ്ററിലായിരുന്നു ഇതിൻ്റെ പരിപാടികളുടെ ഒരു പോക്ക്. അതുകൊണ്ട് തന്നെ ആ ഒരു അരോചക എന്നുള്ള ഫീലോ പരിപാടികളോ ഒന്നുമില്ല. ഇപ്പോൾ കോമഡി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൻ്റെ അകത്തൊക്കെ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്.
ഇപ്പോൾ തിയേറ്ററിൽ ഞാൻ ചിരിച്ചു, തിയേറ്ററിൽ വന്നിരിക്കുന്ന വേറെയും ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പോയ തിയേറ്ററിൽ ഫുൾ ഫാമിലി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള തമാശകളിലാണെന്നുണ്ടെങ്കിലും ആളുകൾ ചിരിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. മമ്മിയുടെ കാര്യമൊക്കെ പറയാതിരിക്കാൻ വേണ്ടി പറ്റുമോ? മമ്മി പൊളി കേട്ടോ, കിടു. കുറേ ആൾക്കാരുടെ കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഇതിൻ്റെ ട്രെയിലറും പരിപാടിയൊക്കെ വന്നപ്പോൾ മമിത വെറുപ്പിക്കുകയോ അല്ലെങ്കിൽ ക്യൂട്ട്നെസ് ഇട്ട് മെഴുകുകയോ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് നോ മാൻ, ഒരു തരത്തിലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് മമിത നല്ല നൈസായിരുന്നു, കിടിലനായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. നൈസ് ക്യാരക്ടറുമാണേ. ശരിക്കും പറഞ്ഞാൽ മമിതയുടെ ക്യാരക്ടർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താ അറിയുമോ, നമ്മുടെ ലൈഫിൽ ഒരു മമിത ആക്ച്വലി വേണം. കാരണം നമ്മൾക്ക് ഉള്ള ടെൻഷൻ, ഉള്ള വിഷമങ്ങളും പരിപാടിയൊക്കെ ഇങ്ങനൊരു ചങ്ങാതി കൂടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കില്ല, നമ്മൾ മറന്നു പോകും. അല്ലെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര സുഖമായിരിക്കും, നമുക്ക് നല്ല രസമായിരിക്കും ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ. കാരണം നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെ ഫണ്ണായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള വിഷമവും പരിപാടികളും ഇമോഷൻസും ഒക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷെ അത് നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അവരുടെ. അവർ ഭയങ്കര നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. വിശ്വനാഥ് ആൻഡ് സൺസ് അതായത് വിശ്വനാഥ് നമ്മുടെ സൂര്യയുടെ ക്യാരക്ടർ കൂടുതൽ ഡീപ്പായിട്ട് ഞാൻ ഇറങ്ങിച്ചെന്ന് കഥ പറയുന്നില്ല. സൂര്യയ്ക്ക് ഒരു കുട്ടി വരും. ഓക്കെ, മമിതയാണ് മമി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ അകത്തുള്ള കഥയും പരിപാടികളൊക്കെ ആക്ച്വലി പോകുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള കോമ്പിനേഷനും അതായത് മമിതയും സൂര്യൻ തമ്മിലുള്ള കോമ്പിനേഷൻ ആയിക്കോട്ടെ, അത് നല്ല ഫണ്ണാണ്, നല്ല രസമായിട്ട് പോകുന്നു, ബ്യൂട്ടിഫുള്ളായിട്ട് പോകുന്നു. അതേപോലെ സൂര്യയും രാധിക മാമും തമ്മിലുള്ള കോമ്പിനേഷൻ ആയിക്കോട്ടെ, അതും ഭയങ്കര ഫണ്ണാണ്. മമിതയും രാധികയും തമ്മിലുള്ള കോമ്പിനേഷൻ ആയിക്കോട്ടെ, അതും ഫണ്ണാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊക്കെയാണ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ കോമഡി ആണെങ്കിലും ഇതിന്ന് വേറെ ഇതിനായിട്ട് കുത്തിക്കയറ്റാനായിട്ട് ഇതിൻ്റെ അകത്ത് ആൾക്കാരെ കൊണ്ടുവരിക അതൊന്നും ആക്ച്വലി ഇല്ല. ഇതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് തന്നെ എന്താ പറയുക, ഈ പറഞ്ഞ അതായത് ഈ മൊമെൻ്റ് കുത്തിക്കയറ്റുന്ന പരിപാടിയല്ല, സാഹചര്യത്തിനനുസരിച്ചിട്ട് കോമഡിയും പരിപാടികളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നാണ് ആക്ച്വലി ഉണ്ടാവുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, നല്ല രസമായിട്ട് തോന്നി. അത് എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൽ മോനെ ഇതിൻ്റെ അകത്ത് സൂര്യയുടെ സെക്കൻഡ് ഹാഫിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഇമോഷണൽ സാധനമുണ്ട്. ആ സീനൊന്നും ഞാൻ പറയുന്നില്ല, ഭീകരമായൊരു ഇമോഷണൽ സംഭവമാണ്. നമുക്ക് ഓൾറെഡി ഒരു അറ്റാച്ച്മെൻറ്റ് സൂര്യയുടെ അടുത്തും സൂര്യയുടെ അമ്മയുടെ അടുത്തും അതായത് രാധിക മാമിൻ്റെ അടുത്തും മമ്മിയുടെ അടുത്തൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് തോന്നും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാലുള്ള കാര്യം പറയണത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒരു ഇമോഷണൽ മൊമെൻറ്റിൽ സൂര്യയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. കരയുന്നൊരു സീനാണ്, ബെഡിലൊക്കെ കിടന്നിട്ടൊരു കരയുന്ന സീനാണ്. ആ സീന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും കരച്ചിൽ വരുമോ? എനിക്ക് കരച്ചിൽ വന്നു. എനിക്കത് ഇവിടേക്ക് ഒരു പിടുത്തമൊക്കെ ആക്ച്വലി കിട്ടി. കാരണം ആ ഇമോഷണൽ സാധനം ഭയങ്കരമായിട്ട് ആസ് എ പ്രേക്ഷകൻ എനിക്ക് കണക്റ്റായി എന്നുള്ളത് ഒരു കാരണം. രണ്ടെന്ന് പറയുന്നത് സൂര്യയുടെ പെർഫോമൻസ്. ഈ കരച്ചിൽ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ല, അത് അലമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും സ്ക്രീനിൽ നിന്ന് കാണുന്ന സമയത്ത്. നമുക്ക് ഒരുമാതിരി തിഞ്ചടിച്ച് എന്ന് തോന്നും, നമുക്ക് ആ വിഷമം മാറി ചിരി വരും. പക്ഷെ സൂര്യ ചെയ്തിരിക്കുന്നത് അത്രയും ഗംഭീരമായിട്ടാണ്. നടിപ്പ് അപ്പടിയെ നടിച്ചു വെച്ചെടുക്കുക. ആ ബെഡിൽ കിടന്ന് കരയുന്ന സീൻ, ഓയ്യോ, അതുകൊണ്ട് നമുക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നും. അപ്പോൾ അതങ്ങനെ പോകുന്നൊരു ഒരു സംഗതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ അകത്ത് തമാശയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിൽ ഇവർ ഭയങ്കര കാശാണ്. സൂര്യക്ക് ഭയങ്കര പൈസയാണ്, എന്തും വാങ്ങാം, എന്തും ചെയ്യാം, അത്രയും ഇൻഫ്ലുവൻസ് പരിപാടിയൊക്കെ ഉള്ളൊരു ഇതാണ്. അത് എന്താ പറയുക, അതത്രയും എനിക്ക് കൺവിൻസ് ആവാനും അല്ലെങ്കിൽ ഇത് അരോചകമാവാതെ എൻജോയ് ചെയ്യാനും പറ്റിയ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റിംഗ് ആണ്. നല്ല രസമുള്ള ഒരു റൈറ്റിംഗ് ആണ്, കൺവിൻസിങ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് അറിയില്ല. വേണമെങ്കിൽ കുറേ ആൾക്കാർക്ക് ഇത് വർക്കാവാതിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വർക്കായതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എല്ലാം കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. എല്ലാം കൺവിൻസിങ് ആയിട്ടുള്ള രീതി, ഒന്നും എക്സാജറേറ്റ് ചെയ്ത് എക്സ്ട്രാ പരിപാടികളൊന്നും ഇട്ട്. ഇപ്പോൾ 1-2 ഇതിൻ്റെ അകത്ത് ഫൈറ്റും പരിപാടിയൊക്കെ ഉണ്ട്, അത് മാത്രം എന്നുള്ളൊരു സാധനം തോന്നി. പക്ഷെ അതല്ലാതെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള കുറേ മൊമെൻറ്റ്സ്, ഇതിൻ്റെ പരിപാടികളും വിഷ്വലി നമുക്ക് കാണുമ്പോഴാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ ഇൻവോൾവ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ലെവലിലാണ്.
ഒരു തരത്തിലും മടുപ്പിക്കാതുള്ള ലെവലിലാണ് ഇതിൻ്റെ പരിപാടികൾ പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് വർക്കായി, എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഞാൻ രസിച്ച് സുഖിച്ച് അങ്ങനെ കണ്ടു തീർത്തൊരു ഒരു 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 പടമാണ്. അതായത് ഇതിൻ്റെ അകത്തുള്ള മറ്റേ വീടാണെന്നുണ്ടെങ്കിലൊക്കെ എന്ത് രസമാണ്. അത് ആർട്ടാണോ തേങ്ങയാണോ എന്ന് എനിക്കറിയില്ല, ഉള്ള വീടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് നല്ല വീട്. ആ ഒരു റിച്ച്നെസ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഭയങ്കരമായിട്ട് നായകനെ റിച്ചായിട്ട് അവതരിപ്പിച്ച് ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, എല്ലാ കഥകളിലും നമുക്ക് വർക്കായിക്കൊള്ളണം നിർബന്ധമില്ല. അത് നമുക്ക് കൺവിൻസിങ് ആയി നമുക്ക് മടുപ്പില്ലാതെ ഉള്ള രീതിയിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് ഈ ക്യാരക്ടറൈസേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂര്യ, രാധിക മാം, മമിത, അതേപോലെ വേറൊരു ക്യാരക്ടറുണ്ട്, ആളുടെ പേര് എനിക്ക് അറിയില്ല. ഇവരെല്ലാവരും നല്ല രീതിയിലാണ് ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവരുടെ പെർഫോമൻസ് ആയിക്കോട്ടെ എല്ലാം നമുക്കൊരു ഫണ്ണായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ല രസകരമായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സിനിമയാക്കുന്നത് ഈ ക്യാരക്ടറും പരിപാടിയൊക്കെയാണ്, അവരുടെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇതാവുന്നില്ല. ഇതാണ് എനിക്ക് വിശ്വനാഥ് ആൻഡ് സൺസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ബാക്കി നിങ്ങൾ സിനിമ കാണും, കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. ഇത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കറുപ്പിനെക്കാട്ടിലും ഈ സിനിമയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ രണ്ട് ജോണറാണ്. പക്ഷേ ഒരു ആസ് എ പ്രേക്ഷകൻ എൻജോയ്മെൻറ്റ് സ്കെയിലിൽ അളക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് എന്താ പറയുക, ഇതാണ് വിശ്വനാഥ് ആൻഡ് സൺസാണ്. ഇനി എന്താണ് എൻ്റെ അടുത്ത് ഇനി വാരിസിനെ കുറിച്ച് ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ വന്ന സമയത്ത് തന്നെ ഇത് വാരിസുമായിട്ട് ആൾക്കാർ എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല അതിനെക്കുറിച്ച് ആൾക്കാർ വല്ലതും പറയുമോ എന്നുള്ളത്. ബട്ട് എനിക്ക് പറയാനുള്ളത്, വാരിസിൻ്റെ എൻ്റെ റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആ സമയത്ത് വാരിസിനെ എല്ലാവരും എടുത്തിട്ട് ഉടുക്കുകയായിരുന്നു. ഓക്കെ, ഭയങ്കരമായിട്ട് ഉടുക്കുകയായിരുന്നു. ഞാൻ അന്ന് രാത്രിയാണ് ഞാൻ ആ സിനിമ കാണാൻ വേണ്ടി പോകുന്നത്, ഉടുപ്പൊക്കെ കഴിഞ്ഞിട്ട്, അതായത് ഉടുപ്പൊക്കെ കണ്ടിട്ട്. എനിക്ക് ആ സിനിമ കണ്ട സമയത്ത് അത് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ അത്ര വെറുപ്പിക്കലായിട്ട് തോന്നിയില്ല. ഞാൻ ജസ്റ്റ് കണ്ടിരുന്നൊരു പടമാണ്. അങ്ങനെ ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ നൈസ് അങ്ങനൊരു പടം, അങ്ങനെ ഗംഭീരം, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാമെന്നുള്ളൊരു ലെവലിലുള്ളൊരു പരിപാടിയായിട്ടാണ് ഞാൻ അന്ന് അതിൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഒരു തരത്തിലും വാരിസായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാം. വേണമെങ്കിൽ ഹേറ്റേഴ്സിന് പറയാം, ബട്ട് ജെനുവിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ വാരിസായിട്ട് ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബിക്കോസ് ഇതിൻ്റെ അകത്ത് ഇമോഷൻ ഭയങ്കരമായിട്ട് കണക്റ്റാവും. അതായത് ഇതിൻ്റെ അകത്തുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയും കൂടുതൽ കണക്റ്റാവും എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഞാൻ എൻ്റെ കാര്യമാണ് പറയണത്, ആൾക്കാരുടെ അല്ല. പേഴ്സണലി ആസ് എ പ്രേക്ഷകൻ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സൂര്യ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സൂര്യ ഇനി ഒരു റൊമാൻറ്റിക് മൂവിയും കൂടി ചെയ്യണം. എണ്ണ பார்க்குறதுக்கு ஆசையாக காத்துட்டுதா இருக்கேன். അത് പണ്ടിത്തെ തറേ അപ്പം നമുക്ക് കറുപ്പ് ചെയ്തു, കൊമേഴ്ഷ്യൽ പരിപാടിയൊക്കെ ആയിട്ട് മൂപ്പര് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്കത് ഒന്ന് മാറ്റി നിർത്തുക. നല്ലൊരു റൈറ്ററിൻ്റെ കൂടെ സൂര്യ ഒരു റൊമാൻറ്റിക് മൂവി എനിക്കതാ പറയാനുള്ളത്. കാണാൻ ആഗ്രഹമാവുന്നു, മറ്റേ പഴയ ആ ഒരു സൂര്യനെ കാണണം. പിന്നെ മമിതയുടെ കാര്യം പറയുകയാണെങ്കിൽ മമിത മുത്തേ അടിപൊളി. വിജയുടെ കൂടെ അഭിനയിച്ചു, സൂര്യയുടെ കൂടെ അഭിനയിച്ചു, കൊള്ളാം, അടിപൊളി, നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇനിയും അവസരം കിട്ടും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നന്നായി ചെയ്യുന്നുണ്ട്. അവരെനി ക്രിഞ്ച് എന്നൊക്കെ ആരെങ്കിലും ഇരുന്ന് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു തരത്തിലും അവരെ ക്രിഞ്ചായിട്ടൊന്നും തോന്നിയില്ല. അവരുടെ ക്യാരക്ടറിനനുസരിച്ച് ഇതിൽ ഒരു സീനുണ്ട്, ഇവരപ്പുറത്തും സൂര്യ ഇപ്പുറത്തും മമിത അപ്പുറത്തും ഫോണിലാണ് സംസാരിക്കുന്നത്. ഒരു ഹോസ്പിറ്റൽ സീനാണ്. അതിൻ്റെ അകത്ത് മമിതയുടെ ഒരു ഇമോഷൻ മൈന്യൂട്ടായിട്ട് എക്സ്പ്രസ് ചെയ്തൊരു രീതിയുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ആക്ടിങ് ഇടാ, അഭിനയം കഴിവ് ഉണ്ട്, ആൾക്ക് ഉണ്ട്, ആൾ കയറി വരും. ദാറ്റ്സ് ഇറ്റ്.